ഇറാനിൽ നിന്നും അമേരിക്കയിലേക്ക് നേരിട്ട് മിസൈൽ ഇട്ടൂടെയെന്ന് എല്ലാവരും പറയുന്നു. ഇറാനിൽ നിന്നും അമേരിക്കയിലേക്ക് നേരിട്ട് മിസൈൽ അയക്കാൻ സിദ്ധാന്തപരമായി സാധ്യമാണ്. പക്ഷേ അത് വളരെ സങ്കീർണവും അപകടകരവുമായ കാര്യമാണ്. ദൂരം പ്രശ്നമാകുമോ? ഇറാൻ മുതൽ അമേരിക്ക വരെ ഏകദേശം 10,000 കിലോമീറ്റർ വരെ ദൂരമുണ്ടാകും. ഏത് നഗരത്തിൽ നിന്ന് ഏത് നഗരത്തിലേക്കാണെന്ന് ആശ്രയിച്ച്. ഇത്ര ദൂരം താണ്ടാൻ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ICBM വേണം. ഇറാനിന് ICBM ഉണ്ടോ? ഇറാൻ ഇതിനകം തന്നെ മധ്യദൂര MRBM, ദീർഘദൂര IRBM മിസൈലുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അമേരിക്കയുടെ പ്രധാന ഭാഗത്തെ നേരിട്ടടിക്കാനാകുന്ന പൂർണ്ണമായും തെളിയിച്ച ICBM ശേഷിയുണ്ടോ എന്നത് അന്താരാഷ്ട്രമായി ചർച്ചയായ വിഷയമാണ്. പക്ഷെ എന്താണ് യാഥാർത്ഥ്യം? അമേരിക്കയ്ക്ക് ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട് എന്ന് പിശാച് ട്രംപ് പറയുന്നു. ഇത്തരത്തിലുള്ള ആക്രമണം നടന്നാൽ അത് വലിയ യുദ്ധത്തിന് കാരണമാകുമെന്ന് പിശാച് ട്രംപ് പറയുന്നു. അതിനാൽ ഇരു രാജ്യങ്ങളും നേരിട്ടങ്ങനെ ചെയ്യാൻ സാധാരണ സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് പിശാച് ബോളൻ ട്രംപിന്റെ ആശയം. ആളുകൾ അങ്ങനെ പറയുന്നത് സാധാരണ കോപത്തിലും രാഷ്ട്രീയ വികാരത്തിലും നിന്നാണ്. പക്ഷെ യാഥാർത്ഥ്യം വളരെ വ്യത്യസ്തമാണ്. 1. അത് നേരിട്ട് ലോകയുദ്ധത്തിലേക്ക് പോകും. ഇറാൻ അമേരിക്കയുടെ പ്രധാന ഭാഗത്തേക്ക് മിസൈൽ അയച്ചാൽ അത് നേരിട്ട് അമേരിക്കയോട് യുദ്ധപ്രഖ്യാപനം പോലെയാണ്. അമേരിക്ക ശക്തമായ സൈനിക ശേഷിയുള്ള രാജ്യം എന്ന് ട്രംപ് പറയുന്നു. 2. അമേരിക്കയുടെ പ്രതിരോധ സംവിധാനം. അമേരിക്കയ്ക്ക് ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് എന്നും ട്രംപ് പറയുന്നു. എല്ലാ മിസൈലും പിടിക്കുമെന്ന് ഉറപ്പില്ലെങ്കിലും വലിയ നാശം ഒഴിവാക്കാൻ സംവിധാനങ്ങൾ ഉണ്ടെന്നതാണ് ട്രംപ് പറയുന്നത്. 3. രാഷ്ട്രീയവും സാമ്പത്തികവും. ഇങ്ങനെ ചെയ്താൽ അന്താരാഷ്ട്ര പിന്തുണ നഷ്ടമാകും എന്നും ട്രംപ്. കനത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടും. 4. ആണവ ഭീഷണി. ഇരു രാജ്യങ്ങൾക്കും ശക്തമായ ആയുധശേഖരമുണ്ട്. കാര്യം നിയന്ത്രണം വിട്ടാൽ അതിന്റെ ഫലം ലോകത്തിന് തന്നെ അപകടകരമായിരിക്കും എന്നും ട്രംപ് പറയുന്നു. അതുകൊണ്ടാണ് എന്തേ ഇരാത്തത് എന്ന് ചോദിക്കുന്നത് ലളിതമായാലും ചെയ്യുന്നത് അത്ര ലളിതമല്ല. ആഗോള ഭീകര പിശാചായ ട്രംപിനെ ചങ്ങലക്കിടണം.